Hello and welcome to our Nice Academy. Welcome to another session of daily news analysis. So ഇന്ന് 10th June 2024 വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡിസ്കഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. സോ സിവിൽ സർവീസ് 2025 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി 4 to 5 അഡ്മിഷൻസ് ഇനിയും ഫില്ല് ചെയ്യാനുണ്ട് ഈ ഒരു സൂപ്പർ 30 ബാച്ചിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ എത്തിക്സ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മെയിൻസ് ആൻസർ റൈറ്റിംഗും സ്റ്റാർട്ട്. ഏതെങ്കിലും സബ്ജക്ട് വൈസോ അല്ലെങ്കിൽ മെയിൻസ് ആൻസർ റൈറ്റിംഗ് വൈസോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തതിന് ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിവേ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് ഇൻ മെയിൻസ് പെർസ്പെക്റ്റീവ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിപ്ലോമാറ്റിക് റെസൊല്യൂഷൻ ഓഫ് ഇന്ത്യ US ട്രേഡ് ഡിസ്പ്യൂട്ട്, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് വേഴ്സസ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വേഴ്സസ് MMPR സിസ്റ്റം. വിച്ച് വൺ ഈസ് ബെസ്റ്റ്? ഫോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എലക്ഷൻ പ്രൊസീജിയേഴ്സ്, എലക്ഷൻ മെത്തേഡ്സുകളാണ് പറഞ്ഞിട്ടുള്ളത്. FPTP അതുപോലെ തന്നെ PR-ഉം MMPR-ഉം. അപ്പൊ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്നാണ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഫ്ലോസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ജുഡീഷ്യൽ പ്രോസസ് ഹൈലൈറ്റ് നീഡ് ഫോർ ക്രിമിനൽ ജസ്റ്റിസ് റീഫോം. ആൻഡ് ഫൈനലി, കണ്ടെയ്നർ ഷിപ്പ് ഡാലി ക്രാഷ്ഡ് ഇൻടു ഫ്രാൻസിസ് സ്കോട്ട് കീ ബ്രിഡ്ജ് ഇൻ ബാൾട്ടിമോർ USA. നമുക്കറിയാം റീസെന്റ് ആയിട്ട് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരു ബ്രിഡ്ജ് തകർന്നതൊക്കെ നമുക്കറിയാം. USA ഒരു ഷിപ്പ് ആക്സിഡന്റിലൂടെ ബ്രിഡ്ജ് തകർന്നത്. അതിന് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഗ്രീൻ അമോണിയ പ്രൊഡക്ഷൻ ആൻഡ് ബ്രീച്ചിങ് ദ 1.5 ഡിഗ്രി സെൽഷ്യസ് വാർമിംഗ് ത്രഷോൾഡ്. ഓക്കെ, സോ വിതൗട്ട് എനി ഡ്യൂ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകും. ആർട്ടിക്കിൾ ടേക്കൺ ഫ്രം ദ ഹിന്ദു ന്യൂസ് പേപ്പർ. സിഗ്നിഫിക്കൻസ് ഓഫ് ഡിപ്ലോമാറ്റിക് റെസൊല്യൂഷൻ ഓഫ് ഇന്ത്യ US ട്രേഡ് ഡിസ്പ്യൂട്ട്. GSP2 ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. ദാറ്റ് മീൻസ് ഈ ആർട്ടിക്കിൾസിൽ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്നത് എന്താണ് ആ ഒരു ഇഷ്യൂ എന്നുള്ളതാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യ അതുപോലെ തന്നെ US തമ്മിൽ ഒരു ഡീക്കേഡ് ലോങ് ചെയ്തിരിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ 2012 മുതൽ ഇന്ത്യ US തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. ദാറ്റ് മീൻസ് ബേസിക്കലി എന്താണ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പോൾട്രി പ്രൊഡക്ട്സുകൾ അതൊരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വ്യക്തമായ സ്റ്റാൻഡേർഡ്സ് ഇല്ല. സോ അങ്ങനെ പറഞ്ഞ് WTO അണ്ടറിലേക്ക് US ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോൾട്രി പ്രൊഡക്ട്സിന്റെ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഓക്കെ, സോ ബിക്കോസ് എന്തുകൊണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പോൾട്രി പ്രൊഡക്ട്സിൽ ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വൈറസ് അടങ്ങിയിട്ടുണ്ട്. സോ ഞങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു US ഗവൺമെന്റ് WTO ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്തായിരുന്നു ആ ഒരു ഇഷ്യൂ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം US ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പോൾട്രി പ്രൊഡക്ട്സുകളിൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാം അവർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിനെന്നാലും പോലും റീസണബിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് US നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അതിനുശേഷമാണ് ഇതിന് ഈ ഒരു ഇഷ്യൂ US ഗവൺമെന്റ് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലേക്ക് പറയുകയും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് അവിടുത്തെ അപ്പലേറ്റ് ബോഡി US ഫേവറബിൾ ആയിട്ട് രീതിയിൽ ഒരു റൂളിംഗ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ WTO റൂൾസിനെ വയലേറ്റ് ചെയ്താണ് ഈ ഒരു പോൾട്രി പ്രൊഡക്ട്സിന്റെ ഇമ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് US സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു റൂളിംഗ് ആയിരുന്നു WTO നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബട്ട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നോക്കാനുള്ളത് ഇതിൽ WTO ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിന്റെ മെഷേഴ്സുകൾ ഇന്ത്യ ചേഞ്ച് ചെയ്യണമെന്ന് WTO പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് റീസെന്റ് ആയിട്ട് US-ഉം ഇന്ത്യയും തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ അവർ എത്തുകയും അതിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും WTO-യിൽ നിന്ന് ഈ ഒരു കേസ് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആലോചിക്കണം, ഒരു കോടതിയിലേക്ക് കേസ് പോകുന്നു, നമ്മൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് ശേഷം നമ്മൾ കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കുന്ന പോലെ തന്നെ WTO-ലേക്ക് ഒരു കേസ് ഫയൽ ചെയ്യും. ആ കേസിന്റെ ഭാഗമായിട്ട് US ഫേവറബിൾ ആയിട്ട് ജഡ്ജ്മെന്റ് നടത്തുകയും ഏകദേശം $450 മില്യൺ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കണമെന്നായിരുന്നു ഈ കേസിൽ വിധിയായിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിന്റെ പുറമെ US ഇന്ത്യ ഒരു നല്ലൊരു ബയലാറ്ററൽ റിലേഷൻസ് നിലവിലുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും WTO-യിൽ നിന്ന് അത് പുറത്താക്കുകയും അതിന്റെ ഭാഗമായിട്ട് US-ന്റെ ആവശ്യങ്ങൾ ഇന്ത്യ അംഗീകരിക്കുകയും ഇന്ത്യയുടെ ആവശ്യങ്ങൾ US അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് കേസ് പിൻവലിച്ച് ഈ ഒരു എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല.
ഓക്കെ. സോ എന്തായിരുന്നു ആ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റിലേഷൻസിന്റെ ഭാഗമായിട്ട് ഒരു സെറ്റിൽമെന്റ് ആണ്. സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് US നിന്ന് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ക്രാൻബെറീസ്, അതുപോലെ തന്നെ ബ്ലൂബെറീസ് ആൻഡ് ഫ്രോസൺ ടർക്കി, അതുപോലെ തന്നെ ഡക്ക് മീറ്റ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിൽ ഇന്ത്യ എന്ത് കുറക്കണം? ഇമ്പോർട്ട് ഡ്യൂട്ടി കുറക്കണം എന്നായിരുന്നു ആ ഒരു സെറ്റിൽമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആ സെറ്റിൽമെന്റ് ഇന്ത്യ അംഗീകരിക്കുകയും ചെയ്തു. ഒരിക്കലും WTO വഴി പോവാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുകൾ കീപ്പ് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ തന്നെ തകരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സെറ്റിൽമെന്റിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. നോക്കാം, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഡിപ്ലോമാറ്റിക് റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് US? അപ്പം ഈ ഒരു റിലേഷനിൽ എന്താണ് നമുക്ക് എഫക്റ്റീവായി കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ റിലേഷൻ അല്ലെങ്കിൽ ബൈലാറ്ററൽ നെഗോസിയേഷൻസ് എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് ഡിസ്പ്യൂട്ട് പോലുള്ള കാര്യങ്ങൾ റിസോൾവ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഇപ്പൊ WTO അണ്ടറിലേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല. അതിന് മുന്നേ ഇന്ത്യ US ഈ ഒരു ഇഷ്യൂ തീർത്ത് അവരുടെ ബൈലാറ്ററൽ റിലേഷൻസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് കൂടുതൽ കോംപ്ലക്സ് ആക്കി മാറ്റുന്നതിനെക്കാട്ടും ഈസി ആയിട്ട് ആ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസിലൂടെ ഒരു കൺസെൻസസ് അപ്രോച്ചിലൂടെ നമുക്കിത് ക്ലിയർ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ WTO എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എന്താണ്? WTO കൂടുതലും രാജ്യങ്ങളോട് കേസുകൾ നിങ്ങളെ WTO അണ്ടറിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഒരു റൂളിംഗ് രീതിയിൽ WTO ചിലപ്പോൾ ഒരു വാറിന് വരെ വഴിതെളിയിക്കാം. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ രാജ്യങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് WTO എപ്പോഴും പറയാറുള്ളത്. അതായത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങൾക്ക് ന്യായം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റിസോർട്ടായിട്ട് മാത്രമേ നിങ്ങൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അണ്ടറിലേക്ക് വരണ്ടു. അല്ലാതെ നിങ്ങളുടെ ട്രേഡ് റിലേഷൻസ്, ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ എത്രയും പെട്ടെന്ന് കേസുകൾ തീർക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇന്ത്യ US ഈ ഒരു ഇഷ്യൂസിന് വേണ്ടിയിട്ട് WTO ഒരു അപ്പലറ്റ് ട്രിബ്യൂണലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസിന് വേണ്ടിയിട്ട് WTO എന്ത് ചെയ്യും? ഓരോ അപ്പലറ്റ് ട്രിബ്യൂണൽസ് അവർ മേക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇങ്ങനെ WTO അണ്ടറിലേക്ക് വരുന്ന കേസുകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ അപ്പലറ്റ് ബോഡീസിന്റെ എണ്ണവും അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷനിങ് ആണ് WTO വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് WTO പറഞ്ഞത് നിങ്ങൾ ഒരു കോമൺ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസിലൂടെ ഇഷ്യൂസുകൾ തീർത്ത് വരാമെന്നുണ്ട്. അപ്പൊ ഇവിടെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു രണ്ട് രാജ്യങ്ങളുടെ ഒരു ബൈലാറ്ററൽ റിലേഷൻസ് അതൊരു ട്രേഡിലാണെന്നുണ്ടെങ്കിലും മറ്റ് കൾച്ചറൽ എൻഗേജ്മെന്റിലാണെങ്കിലും എങ്ങനെയാണ് അവരെ ഇംപ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ തന്നെ നമുക്കറിയാം $450 മില്യൺ കൊടുക്കുന്ന ആ ഒരു സ്ഥലത്തിൽ നിന്നാണ് ആ ഒരു ഡീല് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഇന്ത്യ US തമ്മിലുള്ള ആ ഒരു റിലേഷൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ. സോ ഈ റിലേഷൻസ് കുറച്ചുകൂടി സ്ട്രോങ് ആവാനുള്ള കാരണം വെച്ചാൽ ഇന്തോ പസഫിക് ഫ്രെയിംവർക്ക് നിലവിലുള്ളത് കൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്തോ പസഫിക് സ്ട്രാറ്റജി, US ഇന്തോ പസഫിക് സ്ട്രാറ്റജി എന്താണെന്നുള്ളത്. അപ്പം ചൈനയുടെ ഒരു അഗ്രസീവ് പോളിസിയിൽ US എത്രത്തോളം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന, ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നിൽക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കൺട്രിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യ എത്രത്തോളം എതിർത്ത് നിൽക്കുന്നു അതിന് ഓട്ടോമാറ്റിക്കലി US ഒരു തിരിച്ചടി ആയിരിക്കും ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇന്തോ പസഫിക് സ്ട്രാറ്റജി US ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുമായിട്ടുള്ള ഒരു നല്ലൊരു ബൈലാറ്ററൽ റിലേഷൻസ് കൊണ്ടുപോകാനാണ് അമേരിക്ക ശ്രമിക്കാറുള്ളത്. ഓക്കെ. ഇത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾസിന് ഏകദേശം അറിയാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് വേഴ്സസ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വേഴ്സസ് MMPR സിസ്റ്റം. ഏതാണ് സിസ്റ്റം ബെസ്റ്റ് എന്നുള്ളതാണ്. ദിസ് റെഫേഴ്സ് ടു ഇന്ത്യൻ പൊളിറ്റി ഇലക്ട്രൽ റിഫോമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ എന്താണ് FPTP സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ. നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഇലക്ഷന്റെ അകത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ വോട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മെജോറിറ്റി വോട്ട് കിട്ടുന്ന ആള് ആരോ അവരാണ് വിജയിക്കുന്നത്. ഓക്കെ. ഇതിനാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് FPTP മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ഇലക്ഷൻ പ്രൊസീജിയേഴ്സിനാണ് നമ്മൾ പറയുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം. അപ്പൊ ഇത് തമ്മിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ FPTP ഇതിന്റെ അകത്ത് മെജോറിറ്റി പാർട്ടി റൂൾ ചെയ്യുക എന്നാണ് FPTP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എല്ലാ വിഭാഗത്തിലെ ആളുകൾക്കും റെപ്രസെന്റേഷൻ ലഭിക്കും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. ഒരു മാർജിനലൈസ്, ഇപ്പൊ നമുക്ക് കേരള അതുപോലെ തന്നെ UP എടുക്കാം. UPയിൽ ഒരുപാട് ജനങ്ങൾ ഉണ്ടെന്ന് കരുതുക. കേരളത്തില്
ജനങ്ങൾ ബേസിക്കലി കുറവാണ്. അപ്പം വളരെ കുറച്ച് ജനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ യുപിയിലുള്ള എല്ലാ ജനങ്ങളും ഇപ്പം ബി.ജെ.പിയിലെ എൻ.ഡി.എ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ. ചിലപ്പോൾ അവർക്ക് ഏകദേശം ഒരു 50 സീറ്റ് വരെ ലോക്സഭാ സീറ്റുകളുണ്ട്. നമുക്ക് ഇന്ത്യയിൽ കേരളത്തിൽ ഒരു 20 സീറ്റുകളെ ഉള്ളെന്ന് കരുതാം. ഓക്കെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരു ഈക്വൽ രീതിയിൽ വോട്ട് ചെയ്താൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം എൻ.ഡി.എ ഗവൺമെന്റ് അധികാരത്തിൽ വരണ്ട എന്തായിരിക്കും. അപ്പൊ നമ്മള് എൻ.ഡി.എ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്താൽ പോലും ഓട്ടോമാറ്റിക്കലി യു.പി പോലുള്ള ആ ഒരൊറ്റ സ്റ്റേറ്റ് മാത്രം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ വോട്ടുകളും അതുപോലെ തന്നെ സീറ്റുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും, അവർ വിജയിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യും? അത്തരം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അവരവരുടെ വർക്കുകൾ, കാരണം സീറ്റുകൾ കൂടുതൽ എവിടെയാണോ ഉള്ളത്, അവർക്ക് അടുത്ത വർഷം ഇത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സീറ്റുകൾ എവിടെയാണോ കൂടുതലുള്ളത് അവിടെ അവരെന്ത് ചെയ്യും? കൂടുതൽ ഈ ഒരു ക്ഷേമ പ്രവർത്തനങ്ങൾ അവിടെയായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ ആ ഒരു കേരള എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആ ഒരു എംബറ്റിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആവുന്ന സമയത്ത് ഈക്വലി എല്ലാവർക്കും റെപ്രസെന്റേഷൻ ലഭിക്കുന്ന ഒരു മെത്തേഡാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റീസെന്റ് ആയിട്ട് എന്തുകൊണ്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ 293 സീറ്റോളം കിട്ടിയിട്ട് എൻ.ഡി.എ ഗവൺമെന്റ് ആണ് നിലവിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അവരുടെ വോട്ട് ഷെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 43.3% ആണ് അവരുടെ വോട്ട് ഷെയർ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബട്ട് വെറും 234 സീറ്റ് കിട്ടിയിരിക്കുന്ന കോൺഗ്രസ് റെഡ് ഇന്ത്യ ബ്ലോക്കിന് ഏകദേശം 41.6% വോട്ട് ഷെയർ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്കേണ്ടുന്ന കാര്യം ഏകദേശം ഒരു 2% വോട്ട് ഷെയറിന്റെ ഡിഫറൻസിലാണ് ഇത്രയധികം സീറ്റിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഡീലിമിറ്റേഷൻസ് ആണ് ബേസിക്കലി ഇതിനകത്ത് നടക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഇന്ത്യയിൽ ആവശ്യമാണെന്ന് പറയുന്നത്. അവിടെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ നമ്മൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ രീതിയിലാണ് എടുക്കാറുള്ളത്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബെനിഫിറ്റ് 1999 കൊണ്ടുവന്നിരിക്കുന്ന കാലഘട്ടം മുതൽ നമ്മളൊരു പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം യൂസ് ചെയ്യണം എന്നാണ് പറയാറുണ്ടായിരുന്നത്. ഓക്കെ. സോ ഇതില് വാട്ട് ഇസ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം അല്ലെങ്കിൽ PR സിസ്റ്റം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഇതിന്റെ PR സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ടി, അതായത് മീൻസ് ഇവിടെ ഒരു പാർട്ടിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ സാധാരണ കാൻഡിഡേറ്റ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിന് നമ്മൾ വോട്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നത്. സോ അവിടെ അതിന് പകരമായിട്ട് പാർട്ടീനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി പാർട്ടി ലിസ്റ്റ് PR എന്ന് പറയും. പാർട്ടി ലിസ്റ്റ് എന്ന് വേണമെങ്കിലും ഈ ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനിൽ വേണമെങ്കിൽ അറിയിക്കാം. ഓക്കെ. അപ്പം നമ്മൾ പാർട്ടി ആയിരിക്കും അവർ ലിസ്റ്റ് ചെയ്യുന്നത്. ഒരു കാൻഡിഡേറ്റ് ആയിരിക്കില്ല, പാർട്ടീനെ ആയിരിക്കും അവർ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന്റെ അകത്ത് ഏത് പാർട്ടിക്കാണോ വോട്ട് ഷെയർ കൂടുതൽ ലഭിക്കുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ പാർലമെന്റിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അതായത് വോട്ട് ഷെയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ഒരു മാർജിനൽ ഒക്കെ ഉണ്ടായിരിക്കുന്ന പല കാൻഡിഡേറ്റ്സും ഉണ്ട്. ഇവരുടെ വോട്ട് ഷെയർ നോക്കിയതിന് ശേഷമായിരിക്കും ഇവർക്ക് ഈ ഒരു പാർലമെന്റിൽ റെക്കഗ്നേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ നൽകുന്നത്. അപ്പം PR സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാ മാർജിനലൈസ്ഡ് സെക്ഷൻസിനും ഇതിനാവശ്യമുള്ള റെപ്രസെന്റേഷൻ ലഭിക്കുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇതിന്റെ മെത്തേഡ്സ് എന്താണെന്നുള്ളത് നമ്മുടെ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്താണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. അപ്പൊ അത് ഓരോ ആളുകൾക്കും, അതായത് വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും റെക്കഗ്നൈസ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ സാധാ വോട്ടിംഗ് സിസ്റ്റം എന്താണ്? നമ്മളൊരു വിഭാഗത്തിന് വോട്ട് ചെയ്യുന്നു, ആ ഒരു വിഭാഗത്തിൽ കാൻഡിഡേറ്റ് തോറ്റു പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വോട്ട് വേസ്റ്റ് ആയ പോലെ ആയിരിക്കില്ലേ? നമ്മുടെ വികാരം അവിടെ റെപ്രസെന്റ് ആവുന്നില്ല. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് PR അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം. എന്റെ വോട്ടും ഞാൻ ചെയ്തിരിക്കുന്ന വോട്ടും ഇനി ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ആ ഒരു കാൻഡിഡേറ്റ് തോറ്റാൽ പോലും ആ വോട്ടിന് വാലിഡിറ്റി ഉള്ള ഒരു മെത്തേഡാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. സോ അതുകൊണ്ടാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എപ്പോഴും പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എടുക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് എന്നുള്ള കാര്യം. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റത്തിനകത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡൻഷ്യൽ പോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ്. അതൊരിക്കലും ഒരു പാർട്ടി റൂൾഡ് പോസ്റ്റ് ആവാൻ പാടില്ല. അപ്പം അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ ഇപ്പം ഇന്ത്യ ബ്ലോക്ക് NDA ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവര് തന്നെ സെലക്ട് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും. ബട്ട് അതിനേക്കാൾ കൂടുതൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പാർലമെന്റിലെ MP മാർക്കാണെന്നുണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റും.
ആ വോട്ട് ചെയ്യുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷന്റെ ബേസ് ആയിരിക്കും. അവരുടെ കോൺസ്റ്റിറ്റ്യൻസിയിലുള്ള അംഗങ്ങളുടെ വോട്ടേഴ്സിന്റെ എണ്ണം അതിനെ ബേസ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഓരോ വോട്ട് ഷെയർ കൊടുത്തിട്ടുണ്ടാവും. ചില ആൾക്ക് 2.5 ആയിരിക്കും വോട്ട്, ചിലർക്ക് 5 ആയിരിക്കും വോട്ടിന്റെ ഒരു പെർസെന്റേജ് നൽകുന്നത്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും PR റെപ്രസെന്റേഷൻ പോകുന്നത്. കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, നമുക്ക് ഡീറ്റെയിൽ അടുത്ത പൊളിറ്റിക്കൽ ക്ലാസ്സിലേക്ക് നോക്കാം. ബട്ട് ഇതിന്റെ ഇഷ്യൂസ് എന്താണ്? PR സിസ്റ്റത്തിന്റെ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അൺസ്റ്റേബിൾ ഗവൺമെന്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഈ ഒരു PR സിസ്റ്റം എന്നുള്ളത്. ഒരു അൺസ്റ്റേബിൾ ഗവൺമെന്റിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിൽ വോട്ട് ഷെയറിലൂടെ വിജയിക്കുന്ന ഒരു മെജോറിറ്റി റൂൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്, കുറച്ചുകൂടി അധികം റെക്കഗ്നീഷൻ കിട്ടുന്നതാണ് ഒരു ഗവൺമെന്റ്. അപ്പം ഒരു അൺസ്റ്റേബിൾ കണ്ടീഷൻസിലായിരിക്കും ഗവൺമെന്റ് പോകുന്നത്. ദാറ്റ് മീൻസ് ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് മെജോറിറ്റി പാർട്ടി റൂള് പോലെ ആയിരിക്കില്ല, ഒരുപാട് തരത്തിലുള്ള ഡിസ്കഷൻസ് കാര്യം നടക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും നടത്താൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് ഔട്ട്റൈറ്റ് മെജോറിറ്റി അല്ലെങ്കിൽ നമുക്കൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. PR-ന്റെ നിങ്ങൾ ഒരേ കാര്യം ഇപ്പം മെജോറിറ്റി പാർട്ടി റൂളാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊരു ബില്ല് പാസ്സാക്കുന്നു, ആ ബില്ല് പാസ്സാക്കുന്ന സമയത്ത് എത്രത്തോളം MP-മാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ആ ബില്ല് ഇറങ്ങുന്നു. പക്ഷേ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റത്തിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് മാത്രം അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ റെപ്രസെന്റേഷൻ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് എന്തായിരിക്കും നടക്കുന്നത്? ഓട്ടോമാറ്റിക്കലി ബില്ല് പാസ്സാക്കാൻ അവർ ചിലപ്പം അനുവദിച്ചു തരില്ല. അപ്പൊ ആ ഒരു ടെസ്റ്റിൽ ആ ഒരു 5 വർഷക്കാലത്തേക്കും ആ ഒരു ഇഷ്യൂസുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പ്രത്യേകമായിട്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നും ഇന്ത്യയിൽ നടക്കില്ല എന്നാണ് ചുരുക്കം പറയുന്നത്. അതുകൊണ്ടാണ് അൺസ്റ്റേബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതിനി എന്താണ് മിക്സ്ഡ് മെമ്പേഴ്സ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, MMPR? പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മള് കുറച്ച് FPTP-യും അതുപോലെ തന്നെ കുറച്ച് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് തന്നെയാണ് നമ്മൾ മിക്സ്ഡ് മെമ്പേഴ്സ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പൊ MMPR യൂസ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ ആയിട്ട് ഏതൊക്കെ? സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ നെതർലൻഡ്സ്, ബെൽജിയം, സ്പെയിൻ തുടങ്ങിയിരിക്കുന്ന കൺട്രീസിലൊക്കെ ഈ രീതിയിലുള്ള MMPR സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവൻ ജർമ്മനിയിലാണെങ്കിൽ റീസെന്റ് ആയിട്ട് അവിടെ ഒരു 598 സീറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് 299 സീറ്റുകൾ അവർ ഫില്ല് ചെയ്തിരിക്കുന്നത് FPTP, നമ്മൾ സാധാ മെത്തേഡ് ഉപയോഗിച്ചിട്ട് FPTP മെത്തേഡ് ഉപയോഗിച്ചിട്ടും അതാ വോട്ടിംഗ് മെത്തേഡും. നെക്സ്റ്റ് ഏകദേശം ബാക്കിയുള്ള 50% കോൺസ്റ്റിറ്റ്യുവൻസി അവർ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റമാണ്. അപ്പൊ രണ്ടും മിക്സ്ഡ് ആണ്. അപ്പൊ FPTPയുടെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണ്? ഒരു സ്റ്റേബിൾ ഗവൺമെന്റ്, മെജോറിറ്റി പാർട്ടി റൂൾ, സ്റ്റേബിൾ ഗവൺമെന്റ്, കോംപ്ലക്സിറ്റി ഇല്ലാത്തൊരു ടൈപ്പ് ഭരണമാണ്. ഇതാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും എല്ലാ മൈനോറിറ്റി വിഭാഗങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. ഇത് രണ്ടിന്റെയും മിക്സ് ആണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മറ്റു കൺട്രി സൗത്ത് ആഫ്രിക്ക, നെതർലാൻഡ്സ്, ബെൽജിയം ആൻഡ് സ്പെയിൻ പോലത്തെ കൺട്രീസ് ആണ്. സിഗ്നിഫിക്കൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റെബിലിറ്റി, ദാറ്റ് മീൻസ് MMPR സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര സ്റ്റേബിൾ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിന്റെയും പോസിറ്റീവ് വശങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരു വോട്ടിംഗ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ രണ്ടിന്റെയും പോസിറ്റീവ് വശങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടി കൂടുതലായിരിക്കും നമ്മൾ നോർമൽ FPTP-നെ സംബന്ധിച്ച്. ഓക്കെ, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങൾക്കും ആ റെപ്രസെന്റേഷൻ. ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ആളുകൾ കുറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് നമുക്ക് വോട്ട് ഷെയർ കുറഞ്ഞു പോയി കഴിഞ്ഞാലോ? ബി ഫ്രാങ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്നു, അതുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നു എന്നൊരു ഔട്ട്റൈറ്റ് നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. അപ്പം അത് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത് ആ ഒരു കമ്മ്യൂണിറ്റി കുറവാണ്, മൈനോറിറ്റി എന്ന വിഭാഗം റെപ്രസെന്റേഷൻ വളരെ കുറവാണ്. പക്ഷെ PR സിസ്റ്റം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എല്ലാ വിഭാഗത്തിലും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റി എടുക്കുകയാണ്, അവരുടെ ഇഷ്യൂസുകളും അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യുന്നത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം പോലെയാണ്. അതുകൊണ്ടാണ് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓക്കെ, എനിവേ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റെപ്രസെന്റേഷൻ ടു സ്മോളർ സ്റ്റേറ്റ്. MMPR ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ PR-ന്റെ പ്രൊപ്പോസൽ റെപ്രസെന്റേഷന്റെ ഉപകാരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മോളർ സ്റ്റേറ്റ് ആയിട്ടുള്ള അവരെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ സ്മോളർ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെച്ചാൽ UP ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, ഇവിടെ രണ്ടുപേരും മനുഷ്യരുള്ളത്. അപ്പൊ UP-യിൽ ഒരുപാട് ആളുകൾ കൂടുതലാണെന്ന് കരുതിയിട്ട് അവിടെ അവർക്ക് കൂടുതൽ പ്രവർത്തനം ചെയ്താൽ മതി. കേരളത്തിലേക്ക് ആവശ്യമായ പ്രവർത്തനം ചെയ്യണം. കാരണം വെച്ചാൽ കേരളത്തിൽ 20 സീറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു പോപ്പുലേഷൻ ബേസ്ഡ് അലോക്കേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ റീജിയൻസിലെ ആളുകളും എല്ലാ കമ്മ്യൂണിറ്റിയും റെപ്രസെന്റ് ചെയ്തതിനകത്തേക്ക് പോകുന്നതായിരിക്കും. ദെൻ
ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻ. 1999 170ാമത്തെ ലോ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം 99 തന്നെ റീഫോം ഓഫ് ദ ഇലക്ട്രൽ ലോ എന്ന് പറഞ്ഞിട്ടൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ നിയമം പാസ്സാക്കിയ റിപ്പോർട്ടായിരുന്നു. അപ്പൊ ആ റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞത് ഇന്ത്യ MMPR സിസ്റ്റം അഡോപ്റ്റ് ചെയ്യണമെന്നാണ്. 99 കഴിഞ്ഞിട്ട് ഏകദേശം 25 വർഷമായി. ഇതുവരെ നമ്മൾ ആ മെത്തേഡ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത്രയുമാണ് നമുക്കൊരു ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. ക്ലോസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ജുഡീഷ്യൽ പ്രോസസ് ഹൈലൈറ്റിംഗ് നീഡ് ഫോർ ക്രിമിനൽ ജസ്റ്റിസ് റീഫോം. ഇവിടെ റീസെന്റ് ആയിട്ടുള്ള ബറേലി കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എല്ലാവരും കേട്ട് കാണുമെന്ന് കരുതുന്ന ഒരു കാര്യമാണ്. ഒരു എന്താണ് ഫോൾസ് ആയിട്ടുള്ള ഒരു കേസ് കൊടുത്തു. ആ കേസിന്റെ ഭാഗമായിട്ട് ഒരാളെ ഏകദേശം ഒരു 4 വർഷത്തോളം തടവിലാക്കി. അതിനുശേഷം വിധി വന്ന സമയത്ത് അതൊരു ഫേക്ക് കേസായിരുന്നു മനസ്സിലാക്കുകയും അത്രത്തോളം തവണ ഈ പറഞ്ഞിട്ടുള്ള കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തി ആരാണോ അവര് ജയിലിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ കേട്ട് കാണുന്ന കരുതുന്നു. UPSC syllabus says but to governance, government policies, interventions for development in various sectors issues arising out of the design and implementation. അപ്പം ഈ ഒരു കേസിൽ എന്തായിരുന്നു നടന്നത്? ഓക്കെ, ദാറ്റ് മീൻസ് ബറേലിയിൽ നടന്നൊരു കേസാണ്. ഒരു ഫോൾസ് ആയിട്ടുള്ള കേസ് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഒരാൾ അകത്താക്കുകയും ചെയ്ത് അദ്ദേഹം കേസിൽ നിന്ന് പുറത്തു വന്നു. അപ്പൊ കോടതി പറഞ്ഞു ആ ഒരു 4 വർഷം ഈ കേസ് കൊടുത്ത ആളും ജയിലിൽ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞു. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഒരു സ്ത്രീ ആയിരുന്നു കേസ് കൊടുത്തത്, നിങ്ങൾ പോയി ജയിലിൽ കിടന്നോളൂ എന്ന് പറഞ്ഞു. കാരണം ഫോൾസ് ആയിട്ടുള്ള കേസാണല്ലോ കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തിന് 4 വർഷം നഷ്ടപ്പെട്ടല്ലോ. അപ്പൊ കേസ് നോക്കുകയാണെങ്കിൽ 2019 ഒരു കുട്ടിയുടെ അമ്മ കോടതിയിലേക്ക് കംപ്ലൈന്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ആ കുട്ടി, അതായത് അദ്ദേഹത്തിന്റെ മകളെ ആരോ കിഡ്നാപ്പ് ചെയ്തു, റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബട്ട് കുറച്ചു കാലത്തിന് ശേഷം അല്ലെങ്കിൽ കേസ് ഈ ട്രയൽ പീരീഡ് നോക്കുന്ന സമയത്ത് ആ ഒരു കുട്ടി കോടതിയിൽ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങൾ, കിഡ്നാപ്പിങ്ങോ റേപ്പോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പോലീസും അമ്മയും കള്ളം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കേസ് കൊടുത്ത ആൾക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് അന്ന് അറസ്റ്റ് ചെയ്തത് രമേശ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പയ്യനെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. അവൻ 2024 കുറ്റവിമുക്തനാക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു കേസ് ഒരു ഫോൾസ് കേസ് ആയിരുന്നു. ലാക്ക് ഓഫ് എവിഡൻസിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആളെ പുറത്താക്കുകയും അതുപോലെ തന്നെ കേസ് കൊടുത്ത ആളെ എടുത്ത് അകത്തിടുന്നത്. നോക്കൂ, ഏകദേശം 4 വർഷത്തോളമാണ് അദ്ദേഹം അനാവശ്യമായിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് കേസാണ്. നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ അകത്തുള്ള ഫ്ലോഡ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ? വാട്ട് ഇൻവെസ്റ്റിഗേഷൻ ഫ്ലോസ്? ഇതിൽ ഒന്നാമത്തെ കാര്യം നടന്നിട്ട് കാര്യം എന്ന് വെച്ചാൽ ഏജ് മിസ് ജഡ്ജ്മെന്റ് ആണ്. അപ്പം കുട്ടിക്ക് 18 വയസ്സായി എന്നായിരുന്നു മിസ് ജഡ്ജ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ബേസിക്കലി കുട്ടിക്ക് 15 വയസ്സ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ മെഡിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ടാണ് കുട്ടിക്ക് 18 വയസ്സായി എന്ന് പറഞ്ഞത്. ആക്ച്വലി കുട്ടിക്ക് 15 വയസ്സായതേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഒരു പ്രോപ്പർ വെരിഫിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ കുട്ടി പറയുന്ന കാര്യമാണ്, കുട്ടി 18 വയസ്സായിരുന്നു എന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേസുകളിൽ. സോ പിന്നീട് ലാക്ക് ഓഫ് മെഡിക്കൽ എവിഡൻസ്. നമുക്കറിയാം ഒരു വ്യക്തമായിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ, ഒരു റേപ്പ് അറ്റംപ്റ്റ് ആണ് നടന്നിട്ടുള്ളത്. അപ്പൊ വ്യക്തമായിട്ടുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻസ് അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അത്തരത്തിലുള്ള മെഡിക്കൽ എക്സാമിനേഷന് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി തന്നെ വിസമ്മതിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എവിഡൻസ് കിട്ടുന്നതിനും എന്താണ് ഒരുപാട് ഇഷ്യൂസുകൾ അല്ലെങ്കിൽ കേസിനെ വീക്കൻ ചെയ്ത ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ക്രൈം സീൻ. ഇപ്പൊ ആക്ച്വലി ഈ ഒരു ക്രൈം സീൻ നടന്നത് ഡൽഹിയിൽ വെച്ചാണെന്ന് പറയുന്നുണ്ട്. ബട്ട് പോലീസുകാർ അവിടെ പോയിട്ടുമില്ല, അവിടെ അന്വേഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ പോയിട്ടില്ല, എന്താണ് എക്സാമിൻ ചെയ്ത് നോക്കാൻ അവർ തയ്യാറായില്ല. ഫോറൻസിക് എവിഡൻസ്, ദാറ്റ് മീൻസ് സാധാരണ റേപ്പ് അറ്റംപ്റ്റ് നടന്നു കഴിഞ്ഞാൽ അന്ന് വിയർ ചെയ്തിരിക്കുന്ന ക്ലോത്ത് ഒക്കെ ഒരു എവിഡൻസ് ആക്കി മാറ്റി അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് കേസിലേക്ക് ആവശ്യമായ എവിഡൻസുകൾ തയ്യാറാക്കുന്നത്. ബട്ട് ആ ഒരു തരത്തിലുള്ള അന്ന് ധരിച്ചിരുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ ഫോറൻസിക് അനാലിസിന് ആവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽസും കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വിറ്റ്നസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുമില്ല. ഓക്കെ, ഇവന്തോ ആ ഒരു കേസിൽ അകപ്പെട്ടിരിക്കുന്ന രമേശ് എന്ന് പറഞ്ഞിരിക്കുന്ന പയ്യന്റെ അമ്മയും അതുപോലെ തന്നെ അമ്മയും സിസ്റ്ററും, അപ്പൊ അവരും ഈ ക്രൈമിന്റെ ഭാഗമായിരുന്നു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കേസിൽ അറസ്റ്റ് ചെയ്യാനോ ഈ ഒരു പോലീസുകാർ തയ്യാറായില്ല.
അപ്പൊ ദാറ്റ് മീൻസ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻഷ്യലി ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവൻ തോ അദ്ദേഹത്തിന്റെ സിസ്റ്ററും അദ്ദേഹത്തിന്റെ അമ്മയും ഇതിനകത്ത് ഭാഗമാണ് എന്ന് പറഞ്ഞാൽ പോലും അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പം ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു കുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ പോലീസും ഒരുപോലെ പ്രഷറൈസ് ചെയ്ത സമയത്ത് കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് UPSC സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസിൽ ഉണ്ടായിരിക്കുന്ന ഈ ഫ്ലോഡ് സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്താണ് അതിൽ ബേസിക് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ്, കേസിൽ ഇംപ്ലിക്കേഷൻസ്, ഇൻവെസ്റ്റിഗേഷൻ ഫ്ലോസ്. അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം മുതലേ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റിഗേഷൻ വളരെയധികം ഫ്ലോഡ് മാനറിലാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ഇവൻ മെഡിക്കൽ എക്സാമിനേഷൻ, ഫോറൻസിക് അനാലിസിസ്, ക്രൈം സീൻ നോക്കിയില്ല, അപ്പൊ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഫ്ലോസുകളാണെന്ന് പറയാം. ജുഡീഷ്യൽ ഓവർസൈറ്റ്, ഇനി ജുഡീഷ്യറി മാനറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവൻ മജിസ്ട്രേറ്റ് ആണെന്നുണ്ടെങ്കിലും പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫ്ലോഡ് സ്ട്രക്ചറിലാണ് എന്നുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഇവൻ വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ആസ് പെർ CRPC 173 ക്ലോസ് 8 പ്രകാരം അവർക്ക് വേണമെങ്കിൽ വീണ്ടും ഈ ഒരു കുട്ടിയെ ഈ ഒരു കേസ് വീണ്ടും റീ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാമായിരുന്നു. ബട്ട് ആ ഒരു കോർട്ട് മജിസ്ട്രേറ്റ് പോലും ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതായത് ജുഡീഷ്യൽ ഓവർസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജുഡീഷ്യറിയും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്ന് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഒരു പ്രൊലോങ്ഡ് ഡിറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ഈ ഒരു രമേശ് എന്ന് പറഞ്ഞിരിക്കുന്ന പയ്യനെ 109 ഹിയറിങ്സ് അതുപോലെ തന്നെ 1559 ദിവസങ്ങളിലാണ് കേട്ടോ 109 ഡേയ്സ് ആയിരുന്നു അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. 109 ഹിയറിങ്സിനാണ് അവര് ഈ ഒരു ട്രയൽ പീരീഡ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇവനത്തെ ഒരുപാട് ഹിയറിങ്സ് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് 2019 കാലഘട്ടത്തിലാണ് കേസ് കൊടുക്കുന്നത്, 2020 നമുക്ക് കോവിഡ് സിറ്റുവേഷൻ ആണ്. അപ്പൊ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് രീതിയിലുള്ള കേസ് ഡിലേ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. Okay. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ ഇനി ഇവന് അപ്പീലിന് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ലോവർ കോർട്ടിൽ നിന്ന് കളിക്കാതെ നമുക്ക് അപ്പീൽ പോയി ഹയർ കോർട്ടിൽ ഈ ഒരു കേസ് എത്തിക്കിടന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ഹയർ കോർട്ടിലേക്ക് പോകേണ്ട എമൗണ്ട് ഒന്നും അഫോർഡ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊലോങ്ഡ് കണ്ടീഷൻ ഒരുപാട് ദീർഘകാലത്തേക്ക് അദ്ദേഹം ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവൻ ദോ ഫാസ്റ്റ് ട്രാക്ക് കോഡ്സ് വെച്ച് കഴിഞ്ഞാൽ കേസുകൾ എത്രയും പെട്ടെന്ന് തീരുമാനമാക്കാനുള്ള ഫാസ്റ്റ് ട്രാക്ക് കോഡ്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഏകദേശം 2000 കോടി 2026 കൂടിയിട്ട് 2000 കോടിയാണ് ബഡ്ജറ്ററി അലോക്കേഷൻസ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോഡ്സ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലൊട്ടാകെ. അപ്പൊ കേസുകൾ എത്രയും പെട്ടെന്ന് സ്പീഡ് ആക്കുക എന്നാണ് ഫാസ്റ്റ് ട്രാക്ക് കോഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള കേസുകൾ ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോഡ്സുകൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ എന്തിനാണോ ഫാസ്റ്റ് ട്രാക്ക് കോഡ്സുകൾ വെച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഇഷ്യൂസുകൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ആർട്ടിക്കിൾ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ആണ്, ഡിറ്റൻഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഫാസ്റ്റ് ട്രാക്ക് കോഡ്സുകൾ ഉണ്ടെങ്കിൽ പോലും അവർ പോലും ഇത്തരം ആക്റ്റീവായിട്ട് ഈ ഒരു കേസുകൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇതാണ് നമുക്കിവിടെ എവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ലാക്ക് ഓഫ് ഡെഡിക്കേറ്റഡ് ജഡ്ജസ്, അതേപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങൾ ഇല്ലാത്തത് ഇത്തരം ഡിലേസ് ഉണ്ടാവാൻ കാരണമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. നമ്മുടെ ഈ ഒരു ജസ്റ്റ് ഈ ഒരു കേസ് വെച്ചിട്ട് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ അകത്തുള്ള ഫ്ലോഡ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്നെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൂവിംഗ് ഓൺ ടു ഫൈനൽ ആർട്ടിക്കിൾ ഇൻ മെയിൻസ് പെർസ്പെക്റ്റീവ്. ദ കണ്ടെയ്നർ ഷിപ്പ് ഡാലി ക്രാഷ്ഡ് ഇൻടു ഫ്രാൻസിസ് സ്കോട്ട് കീ ബ്രിഡ്ജ് ഇൻ ബാൾട്ടിമോർ USA. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടെയ്നർ ഷിപ്പ് ഒരു ബ്രിഡ്ജിന് ഇടിക്കുകയും ആ ബ്രിഡ്ജിന് ഇടിച്ചതിന് ശേഷം ബ്രിഡ്ജ് കൊളാപ്സ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ സിംസൺ പ്രഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രീതിയിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ GS ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പം ഇതില് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ദാലിയിൽ നടന്നിരിക്കുന്ന ഇഷ്യൂ. അപ്പം ഒരു ഷിപ്പ് കൺട്രോൾഡ് അതായത് അൺകൺട്രോൾഡ് ആയിട്ട് ഷിപ്പ് പോവുകയും ഇന്റൻഷ്യലി അല്ല ആ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. അപ്പം അങ്ങനെ കൺട്രോൾ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഷിപ്പ് പോയിട്ട് ഈ ഒരു ബ്രിഡ്ജിന് ഇടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓട്ടോമാറ്റിക്കലി ബ്രിഡ്ജ് അപ്പൊ തന്നെ കൊളാപ്സ് ആവുകയും ചെയ്തു. ഓക്കെ, അപ്പൊ മാസീവ് ആയിട്ടുള്ള ഡാമേജസും അതുപോലെ തന്നെ ഏകദേശം 6ഓളം ഫാറ്റലിറ്റീസും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താ വെച്ചാൽ ഇതിന് ഷിപ്പ് മാനേജ് ചെയ്തിരിക്കുന്നത് ഷിപ്പ് ഓക്കെ ഇതിൽ ഷിപ്പ് മാനേജ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കമ്പനിയായിരുന്നു.
അപ്പൊ അതായിരുന്നു ഇവിടെ ഏറ്റവും വലിയ ഇഷ്യൂ. ഇപ്പൊ മാനേജ് ചെയ്തിരിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണെന്നുണ്ടെങ്കിൽ പോലും ഏകദേശം ആ ഒരു അതിനകത്തുള്ള മോസ്റ്റ്ലി എല്ലാ ക്രൂ മെമ്പേഴ്സും ഇന്ത്യക്കാരാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇന്ത്യക്കാരായത് കൊണ്ട് തന്നെ അത് ഇവിടെ വീണ്ടും, കാരണം US-ലാണെന്ന് ഇഷ്യൂ നടന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് എല്ലാവരും ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രൂ മെമ്പേഴ്സ് ആണ് ഈ ഒരു ആക്സിഡന്റിന് കാരണമായ എന്ന്. അപ്പം ഈ 2024 മാർച്ച്, അതായത് മാർച്ച് ഏകദേശം 26 സമയത്താണ് ഈ ഒരു ആക്സിഡന്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഏറ്റവും ഹൈ പ്രൊഫൈൽ, അതായത് US-ന്റെ ചരിത്രത്തിൽ ഈ ഒരു ആക്സിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഹൈ പ്രൊഫൈൽ മാരിടൈം ആക്സിഡന്റ് ആണ്. ഇവന്തോ എക്സോൺ വാൾഡിസ് ഓയിൽ സ്പിൽ 1989 ശേഷമുള്ള 1989 US നടന്നിരിക്കുന്ന ഒരു ആക്സിഡന്റ് ആയിരുന്നു എക്സോൺ വാൾഡിസ് ഓയിൽ സ്പിൽ എന്ന് വെച്ചിട്ടൊരു ഇൻസിഡന്റ്. അപ്പൊ അതിനുശേഷം US-ൽ നടക്കുന്ന ഏറ്റവും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണ് ഈ ഒരു ബാൾട്ടിമോർ ബ്രിഡ്ജസിന്റെ അകത്ത് സ്കോട്ട് കീ ബ്രിഡ്ജസ് തകർന്നു പോകുന്ന ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഒരു നഷ്ടങ്ങളും അതുപോലെ തന്നെ 6ഓളം മരണവുമാണ് ആ ഒരു കേസിൽ അല്ലെങ്കിൽ ആ ഒരു കൊളാപ്സിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഷിപ്പ് മാനേജ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ക്രൂ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യൻ ക്രൂവിന്റെ സിനർജി ഗ്രൂപ്പാണ് ഇത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടോട്ടലി ആ ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഈ മാരിടൈം ഗ്രൂപ്പാണ് അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവൻ ഇതിന്റെ ഇൻഷുറൻസ് പോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഏകദേശം 1.5 ബില്യൺ ഡോളേഴ്സിന്റെ അടുത്ത് വരെ ഒരു ഇൻഷുറൻസ് പേ ഔട്ട് ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് റെക്കോർഡ് ഇൻഷുറൻസ് പേ ഔട്ട് ആയിരിക്കും ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് റീസെന്റ് ആയി നടന്നിട്ടുള്ള കോൺകോർഡിയ ഡിസാസ്റ്ററിനെക്കാട്ടും വളരെ വലിയൊരു ഇൻഷുറൻസ് പേ ഔട്ട് ചിലപ്പം ഈ ഒരു കേസിൽ കാണാമെന്നാണ് ഇൻഷുറൻസ് എക്സ്പേർട്സ് പ്രിഡിക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഏർലി ഇഷ്യൂസുകൾ നമ്മൾ ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താണ് കാരണമെന്ന് അറിയാൻ ശ്രമിക്കും. അപ്പൊ ഏർലി ഇൻവെസ്റ്റിഗേഷൻസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഓൺ ബോർഡിൽ ഇരിക്കുന്ന ക്രൂ മെമ്പേഴ്സിന്റെ ടോട്ടൽ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ക്രൂ മെമ്പേഴ്സിന്റെ ഭാഗത്ത് ഇന്റൻഷ്യലി അവർ ചെയ്തൊരു കാര്യമല്ല, അവർക്ക് സിസ്റ്റമിക് എറേഴ്സ് സംഭവിച്ചതാണ് ഈ ഒരു ഇഷ്യൂസിന് കാരണമായിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ മാരിടൈം ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ 15% റെമിറ്റൻസ് നൽകുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു ഇന്ത്യൻ സീ ഫെറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ സീ ഫെറേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നേരത്തെ പറഞ്ഞ സിനർജി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ സീ ഫെറേഴ്സ് ഇന്ത്യയിലെ റെമിറ്റൻസ്, ദാറ്റ് മീൻസ് ഇന്ത്യയിലേക്ക് 15% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതിൽ 15% കോൺട്രിബ്യൂഷൻ സീ ഫെയറേഴ്സ് ആണ്. അതായത് നമ്മുടെ മെർച്ചന്റ് നേവി പോലെയുള്ള ഇന്ത്യ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടീമിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ദെൻ ഈ ഒരു സിനർജി മാരിടൈം ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാലിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ മാരിടൈം ഓപ്പറേറ്റേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. തൗസൻഡ്സ് ഓഫ് മാരിടൈം ഓപ്പറേറ്റേഴ്സ് ആണ് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഇഷ്യൂ, ഈ ഒരു സിനർജി ഗ്രൂപ്പ്, ഇത്രയും വലിയ സിനർജി ഗ്രൂപ്പ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താണ് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻസ് പോവും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഓട്ടോമാറ്റിക്കലി പോകും. കാരണം ഇന്ത്യക്കാർ അത്ര ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ നല്ല നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ടാലന്റ് ആയിട്ടുള്ള ആളുകളല്ല എന്ന് വേൾഡ് കൺട്രീസിന്റെ മുന്നിലേക്ക് എത്തുകയും ഓട്ടോമാറ്റിക്കലി മറ്റ് കൺട്രീസിന്റെ ഈ ഒരു ഷിപ്പിംഗ് ഫീൽഡിലേക്ക് നമ്മൾ ഇന്ത്യക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് 2-3 രീതിയിലാണ് ഈ ഒരു ഇഷ്യൂസ്, ഈ ഒരു ആക്സിഡന്റിന്റെ ഇംപ്ലിക്കേഷൻസ് വരുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇംപ്ലിക്കേഷൻസും, സോ ദ നെക്സ്റ്റ് കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയാൻ സാധ്യതയുണ്ടാവും. ഓക്കെ, സോ ഇതില് ഗവൺമെന്റ് ആക്ഷൻസ് എന്തായിരുന്നു നമുക്ക് നോക്കാനുള്ളത്. അതിൽ നടന്നിരിക്കുന്ന ഒരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് എന്തായിരുന്നു എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ US ഗവൺമെന്റ് എന്തായിരുന്നു ഈ ഒരു ആക്സിഡന്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ, അതായത് US ഗവൺമെന്റുമായിട്ട് നമ്മൾ അത്രയും നല്ല റിലേഷൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ, അതായത് ഒരു US കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ശേഷം ഈ ഒരു കാഷ്വാലിറ്റി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ കോഡ്, അത് നമുക്കറിയാം, IMO എന്ന് പറഞ്ഞിരിക്കുന്ന ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ബേസിലാണ് ഈ ഒരു ആക്സിഡന്റുകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അപ്പം IMOയുടെ അണ്ടറിൽ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ദാറ്റ് മീൻസ്
IMO ആണ് ഈ ഒരു കേസ് അന്വേഷിക്കാൻ പോകുന്നത്, ഒരു ഡാലി ആക്സിഡന്റ് അന്വേഷിക്കാൻ പോകുന്നത്, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. അപ്പൊ അതിന്റെ അണ്ടറിൽ അവിടെ അതായത് ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരിക്കും. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അകത്ത് ഇന്ത്യക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടായിരുന്നു ഇന്ത്യ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ദാരി ആക്സിഡന്റ് അന്വേഷിക്കാൻ വേണ്ടി. അപ്പം ബേസിക്കലി IMO ആണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ ആളുകളെ അംഗീകരിച്ച് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. കാരണം ഇന്ത്യക്ക് അറിയണം അവിടെ എന്താണ് ഡാലി ആക്സിഡന്റ് പ്രകാരം എന്താണ് നടന്നത്. ഒരു ബയാസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളോ കാര്യങ്ങളോ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ത്യക്കാരായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതാണ് ഇൻവെസ്റ്റിഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഇന്ത്യൻ ഹയർ ഷിപ്പിംഗ് ഒഫീഷ്യൽസ് ഈ ഒരു ഓൺ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായി, അതായത് ഡാലിയിൽ പോയിട്ട് അവർ കേസ് അന്വേഷിക്കുന്ന ഭാഗമായിട്ടുള്ള ടീമിന്റെ ഭാഗമാവാനും ഇവർക്ക് സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എന്താണ് ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ്? ക്ലോസ്ലി മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ക്ലോസ്ലി മോണിറ്റർ ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യൻ ഷിപ്പിംഗ് ഒഫീഷ്യൽസ് ഇതിനകത്തുള്ളതുകൊണ്ട്. സോ അതുപോലെ തന്നെ റിവ്യൂ ആൻഡ് കമന്റ് ഓൺ ദ ഫൈനൽ റിപ്പോർട്ട്. ദാറ്റ് മീൻസ് ഈ ഫൈനൽ റിപ്പോർട്ട്, അതായത് ഈ ഒരു കേസ് അന്വേഷിച്ച ശേഷം ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇന്ത്യൻ ഒഫീഷ്യൽസിന് ഒരു ഓപ്പർച്യൂണിറ്റി നൽകണം. ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞാണ് ഒരു ഓപ്പർച്യൂണിറ്റി നൽകണം. ഇന്ത്യൻ മാരിടൈം ഓർഗനൈസേഷൻ പറഞ്ഞാണ് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നൽകണം. എന്താണ് ഓപ്പർച്യൂണിറ്റി നൽകുന്നത്? നിങ്ങളുടെ റിപ്പോർട്ട്സിന്റെ ഫൈൻഡിങ്സുകളും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരണം. ദാറ്റ് മീൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ഇന്ത്യൻ സീഫേഴ്സിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം അവർ ആ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു, ഇത് ഇന്ത്യൻ സീഫേഴ്സിന്റെ ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? അപ്പൊ ബേസിക്കലി ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് പോകുന്ന ഈ സീഫേഴ്സിന്റെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്റർനാഷണൽ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ കളയുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങളുടെ ഫൈനൽ റിപ്പോർട്ട് മാറ്റണം എന്നല്ല, ഫൈനൽ റിപ്പോർട്ട് റിവ്യൂ ചെയ്യാൻ ഉള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തരണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് US ഗവൺമെന്റ് എടുത്തിരിക്കുന്ന സ്റ്റെപ്പാണ് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇതില് കാരണം ഇന്ത്യ US തമ്മിൽ നല്ല റിലേഷൻ ഉള്ളത് കൊണ്ടും നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇന്തോ പസഫിക് സ്ട്രാറ്റജി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടും US ഗവൺമെന്റ് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ പ്രസിഡന്റ് ആയ ജോ ബൈഡൻ പബ്ലിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദാലി ആക്സിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ സീഫേഴ്സ്, ഇപ്പൊ സിനർജി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ആരാ ഉള്ളത്? കൂടുതലും ഇന്ത്യൻ സീഫേഴ്സ് ആണ് കൂടുതലും ഉള്ളത്, അതൊരു ക്രൂ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജോ ബൈഡൻ പറഞ്ഞ കാര്യം ഇത് ഇന്ത്യൻ സീഫേഴ്സിന്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗത്ത് വന്നിരിക്കുന്ന മിസ്റ്റേക്ക് അല്ല, പബ്ലിക്കലി അവർ പറഞ്ഞൊരു കാര്യമാണ്, ഒരു പബ്ലിക് നോട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് അല്ല, ബോട്ടിന്റെ അല്ലെങ്കിൽ ആ ഷിപ്പിന്റെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് അൺകൺട്രോൾഡ് മാനറിലേക്ക് ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? അവർ എത്രയും പെട്ടെന്ന് ആവശ്യമായിട്ടുള്ള അതോറിറ്റീസിനെ അവരെ അലേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ആ ഒരു ബ്രിഡ്ജിലേക്ക് പോയി കൊളൈഡ് ചെയ്യും എന്ന് അവർക്ക് തോന്നുകയും ഓട്ടോമാറ്റിക്കലി ബ്രിഡ്ജ് അതോറിറ്റീസിന് എത്രയും പെട്ടെന്ന് ആ ഒരു ഷിപ്പ് അതോറിറ്റീസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. ഇനി എന്തായാലും ഇത് ഇടിച്ചേ പറ്റും. അതുകൊണ്ട് അവര് ആ ഒരു പെട്ടെന്ന് തന്നെ അവര് അതോറിറ്റീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ജോ ബൈഡൻ പബ്ലിക്കലി കമന്റ് ചെയ്തു. കാരണം അത്തരം ക്വിക്ക് ആയിട്ടുള്ള ആക്ഷൻ, ആ ഒരു ഷിപ്പിനകത്തുള്ള ക്രൂ മെമ്പേഴ്സിന്റെ ക്വിക്ക് ആയിട്ടുള്ള ആക്ഷൻസിനെ പ്രേസ് ചെയ്തുകൊണ്ട് ഇതൊരു തെറ്റായിരുന്നില്ല, അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ ലോസ് ആയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതോറിറ്റീസിനെ അറിയിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പറ്റാവുന്ന സ്പീഡിൽ നമുക്ക് ആ ബ്രിഡ്ജിന്റെ ഓപ്പറേഷൻസ് ഷട്ട് ഡൗൺ ചെയ്യാനും ആ ഒരു ഓപ്പറേഷൻ ഈ പറഞ്ഞിട്ടുള്ള അതോറിറ്റിക്ക് സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏകദേശം 6ഓളം കാഷ്വാലിറ്റിയിൽ മാത്രം അത് ഒതുങ്ങിപ്പോയത്. അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ അത്രയും തിരക്ക് പിടിച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് സ്കോട്ട് യാർഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ ആക്സിഡന്റ് നമുക്ക് അവിടെ കാണാമായിരുന്നു. സോ ഇത്തരത്തിലുള്ള ജോ ബൈഡന്റെ ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻസുകൾ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട്. കാരണം ബൈഡൻസിന്റെ ഈ ഒറ്റ കമന്റ് കൊണ്ട് തന്നെ ഇത് ഒരു കൗണ്ടർ ആയിട്ട്, അതായത് ഒരു ആന്റി ഇന്ത്യൻ സെന്റിമെന്റ്സ് അവിടെ ഉടലെടുക്കുന്നതിന് കാരണമായില്ല. ഇപ്പൊ US അകത്ത് ആന്റി ഇന്ത്യൻ സെന്റിമെന്റ്സ് ഉടലെടുത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഒരുപാട് ഇന്ത്യൻ ഡയസ്പോറ ഉള്ള ഒരു ഏരിയ ആണ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ആന്റി ഇന്ത്യൻ സെന്റിമെന്റ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നതിന് തുടക്കത്തിൽ തന്നെ ജോ ബൈഡൻ പറഞ്ഞു അവരുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഇന്റൻഷ്യൽ അവർ ചെയ്തല്ല, അവർ ചെയ്യാവുന്ന മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ആന്റി ഇന്ത്യൻ നാഷൻ സെന്റിമെന്റ്സ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഒരു ബൈലാറ്ററൽ റിലേഷൻസിന്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇന്ത്യ പലപ്പോഴും മറ്റു രാജ്യങ്ങളുമായിട്ട് ഈ ഒരു ബൈലാറ്ററൽ റിലേഷനിൽ വരുന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്ലി ഇന്ത്യൻ ഡയസ്പോറ ഇവൻതോ വളരെ മൈനോട്ട് ആയിട്ടുള്ള ഒരു ട്രേഡ് റിലേഷൻസിൽ വരെ എന്തൊക്കെ ചേഞ്ചസിൽ കൊണ്ടുവരാമെന്ന് നമ്മൾ റീസെന്റ് 2 ആർട്ടിക്കിൾസിൽ ഇപ്പൊ നോക്കി. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു പ്രിലിംസ് ബേസ്ഡ് ആർട്ടിക്കിൾസ്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഗ്രീൻ അമോണിയ. ഇപ്പൊ ഗ്രീൻ അമോണിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അമോണിയ പ്രൊഡക്ഷൻ. ഇപ്പൊ ബേസിക്കലി അമോണിയ എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 2 രീതിയിൽ അമോണിയ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന്, ഫെർട്ടിലൈസേഴ്സിന്റെ അകത്താണ് കൂടുതൽ അമോണിയ യൂസ് ചെയ്യുന്നത്. മറ്റ് ഫ്യൂൽ ആയിട്ട് നമുക്ക് അമോണിയ യൂസ് ചെയ്യാം.
അപ്പം ഇവിടെ അമോണിയ ബേസിക്കലി ഹേബർ പ്രോസസ്സിലൂടെയാണ് അമോണിയ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഗ്രീൻ അമോണിയ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജീസ് യൂസ് ചെയ്തുകൊണ്ട് അമോണിയ പ്രൊഡ്യൂസ് ചെയ്തതിനാണ് ഗ്രീൻ അമോണിയ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സിലബസ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ എന്താണ് ഗ്രീൻ അമോണിയ പ്രൊഡക്ഷൻ? സോ ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ത്യയുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, അതുപോലെ തന്നെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, SCCAയും കൂടിയിട്ട് ഒരു പുതിയൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോസസ് ഓഫ് ഗ്രീൻ അമോണിയ. ഓക്കെ, സോ അതായത് ഈ ഗ്രീൻ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഇത് എന്തിന്റെ അണ്ടറിലാണ്? സൈറ്റിന്റെ അണ്ടറിലാണ്. ഓക്കെ, ദാറ്റ് മീൻസ് സ്ട്രാറ്റജിക് ഇൻവെൻഷൻ ഫോർ ഗ്രീൻ ഹൈഡ്രജൻ ട്രാൻസിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നോട്ടിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം സൈറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൈറ്റ് എന്നുള്ളത് എന്തിന്റെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. അപ്പം ഇതിന്റെ അണ്ടറിലുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൽ എന്താണ് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? അപ്പൊ SCCA ഇതിന്റെ അകത്ത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, SCCA എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അവർ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5.39 ലാക്ക് മെട്രിക് ടൺസ് പെർ ആനം ഗ്രീൻ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഒരു കപ്പാസിറ്റിയിലൂടെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിൽ അപ്പൊ നമുക്കറിയാം ഗ്രീൻ അമോണിയ എന്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് ഫെർട്ടിലൈസേഴ്സ് കമ്പനീസിലും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ഫ്യൂവൽ സപ്ലൈ ആയിട്ടാണ് നമ്മൾ അമോണിയാസിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ഗ്രീൻ അമോണിയയുടെ പ്രൊഡക്ഷൻ 5.39 മെട്രിക് ടൺ ലാക്ക് ഓഫ് മെട്രിക് ടണ്ണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് SCCA ഇതിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സൈറ്റ് പ്രോഗ്രാംസ് ഡീറ്റെയിൽസ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ SCCA ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു സൈറ്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടായിരുന്നു. ഈ ഒരു സൈറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിസ്ട്രി ഓഫ് നോൺ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഏകദേശം 4.12 ലാക്ക് മെട്രിക് ടൺസ് പെർ ആനും ഗ്രീൻ ഹൈഡ്രജൻ, സൈറ്റിന്റെ പ്രോഗ്രാമിൽ അമോണിയ പ്രൊഡക്ഷൻ മാത്രമല്ല ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻസും അതുപോലെ തന്നെ 1.5 ജിഗാവാട്ട്സ് പെർ ആനും ഇലക്ട്രോലൈസർ മാനുഫാക്ചറിങ് കപ്പാസിറ്റിയുമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സൈറ്റ് എന്ന് വെച്ചാൽ ചുമ്മാ നമ്മുടെ ഈ ഒരു അമോണിയ പ്രൊഡക്ഷൻ ഗ്രീൻ മെത്തേഡ്സിലൂടെ അമോണിയ പ്രൊഡ്യൂസ് ചെയ്ത് മാത്രമല്ല അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4.12 ലാക്ക് ഓഫ് മെട്രിക് ടൺസില് ഗ്രീൻ ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് അതിന്റെ ഈ ഒരു ഭാഗമായിട്ടുള്ളത്. അപ്പൊ ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സുകൾ കുറക്കുക, കൺവെൻഷണൽ ആയിട്ടുള്ള ഫോസിൽ ഫ്യൂൽസിലും കാര്യങ്ങളൊക്കെ കുറക്കുക, നമ്മുടെ ഈ ഒരു എമിഷൻസ് ടാർഗറ്റുകൾ കുറക്കുക എന്നാണ് ഇതിനെ കൂടെ ഉദ്ദേശിക്കുന്നത്. അമോണിയ പ്രൊഡക്ഷൻസ് ഒക്കെ ഹേബർ പ്രോസസ് എന്നൊക്കെ പറയുന്നത് ബേസിക്കലി നമ്മൾ ഒരുപാട് ഫ്യൂൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എമിഷൻ ടാർഗറ്റുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഗ്രീൻ അമോണിയ പ്രൊഡക്ഷനിലേക്ക് മാറ്റിയത്. റിന്യൂവബിൾ സോഴ്സ് വെച്ചിട്ട് റിന്യൂവബിൾ എനർജി വെച്ചിട്ടാണ് നമ്മൾ ഗ്രീൻ അമോണിയ പ്രൊഡ്യൂസ് ചെയ്തത്. മറൈൻ ഫ്യൂൽസ് ആയിട്ടും ഫെർട്ടിലൈസേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ പവർ ജനറേഷൻ ആൻഡ് എനർജി സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ അമോണിയ യൂസ് ചെയ്യാറുണ്ട്. പ്രൊഡക്ഷൻ ബേസിൽ റിന്യൂവബിൾ എനർജീസ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രജൻ പ്രൊഡക്ഷൻസ് അതിനകത്ത് ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് ഗ്രീൻ അമോണിയ പ്രൊഡക്ഷൻ നോക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അമോണിയ പ്രൊഡക്ഷൻസ് ഉണ്ടാവുന്ന കാര്യങ്ങൾ നോക്കാം. അതിനു മുന്നേ എന്താണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ജസ്റ്റ് നോക്കാം. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2023 ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് റിലയന്റ് ആയിട്ടുള്ള ഒരു ക്ലീൻ എനർജി ഇന്ത്യയിൽ കൊണ്ടുവരാന്നാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മിഷൻ ഡിസൈൻ ടു റെഡ്യൂസ് കാർബൺ എമിഷൻ, lesser dependency on fossil fuel imports, and position India as a leader in green hydrogen technology and markets globally. ഈ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഹൈഡ്രജൻ മിഷൻ ഒരു ഫോസിൽ ഫ്യൂൽസിൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാന്നല്ല, നമ്മുടെ റിന്യൂവബിൾ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് 2023 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർബൺ എമിഷൻസ് റെഡ്യൂസ് ചെയ്യുക. നമ്മൾ കൂടുതലും ഈ ഒരു ഫോസിൽ ഫ്യൂൽസുകൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇമ്പോർട്ട് ബില്ല് കുറക്കാൻ വേണ്ടിയിട്ട് ഫോസിൽ ഫ്യൂൽസിന്റെ ഇമ്പോർട്ട് നമുക്ക് കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യക്ക് ലീഡർ ഓഫ് ദ ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ പറയുന്ന പോലെ വേൾഡ് ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം അമൗണ്ട് ഗ്രീൻ ഹൈഡ്രജൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. കാരണം ഇനി മുന്നോട്ടേക്ക് ഒരിക്കലും
നമ്മൾ ഈ ഒരു ഫോസിൽ ഫ്യൂൽസുകളൊന്നും ഉപയോഗിക്കേണ്ട സാഹചര്യം വരില്ല. അത്രത്തോളം എമിഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഗ്രീൻ അമോണിയ എന്നുള്ള ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. Green ammonia is a synthesized using hydrogen obtained from water electrolysis and a nitrogen extracted from the air. These components are combined in the Haber process, which is powered by renewable energy sources. അപ്പൊ ഇവിടെ ഞാൻ ഗ്രീൻ അമോണിയ പറഞ്ഞ് ഞാൻ അമോണിയ പ്രൊഡക്ഷൻ എടുക്കുകയാണ്. ഇവിടെ ഒരു പ്രോസസ്സ് നിങ്ങൾ ആലോചിക്കുക, ഹേബർ പ്രോസസ്. PSC പലതവണ ചോദിച്ചിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹേബർ പ്രോസസ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അമോണിയ പ്രൊഡക്ഷനെ ബന്ധപ്പെട്ടിട്ടാണ് ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ അമോണിയ പ്രൊഡക്ഷൻസിന് നമ്മൾ ഇലക്ട്രോലിസിസ്, ഓക്കെ, വാട്ടറിനെ വിഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം. അപ്പൊ ഇലക്ട്രോലിസിസ് മെത്തേഡിലൂടെ നമ്മൾ ഹൈഡ്രജൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എയറിൽ നിന്ന് നമ്മൾ നൈട്രജൻ, കൂടുതലും നൈട്രജൻ എയറിലുണ്ട്, അതായത് 78% അന്തരീക്ഷത്തിൽ നൈട്രജൻ ഉള്ളത് നമുക്കറിയാം. അപ്പൊ നൈട്രജനെ എക്സ്ട്രാക്ട് ചെയ്ത് ഇതിനെ രണ്ടിനും, ഹൈഡ്രജനെയും നൈട്രജനെയും കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഹേബർ പ്രോസസിന്റെ ഭാഗമായിട്ടാണ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹേബർ പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല എനർജി ആവശ്യമായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു റിന്യൂവബിൾ എനർജി സോഴ്സുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബേസിക്കലി നമുക്ക് ഗ്രീൻ അമോണിയ അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹേബർ പ്രോസസ് ഹൈഡ്രജൻ റിയാക്ട് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ടു ഫോം അമോണിയ. ഹൈഡ്രജൻ NH3 എന്ന് പറഞ്ഞാൽ അമോണിയ എന്നിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രജനും ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിൽ അതിനെ അമോണിയ പ്രൊഡക്ഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനാവശ്യമായിട്ട് എന്ത് വേണം? നല്ലൊരു എനർജി ആവശ്യമായിട്ടുണ്ട്. അത് എവിടെ നിന്ന് എടുക്കണം? റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്ന് എടുക്കുക. സോ അതാണ് ഗ്രീൻ അമോണിയ പ്രൊഡക്ഷൻ. സിമ്പിൾ ആയ കാര്യം. പണ്ട് നമ്മൾ ചെയ്ത സെയിം പരിപാടിയാണ്. നമുക്ക് കൽക്കരിക്ക് ഉപയോഗിച്ചിട്ടായിരുന്നു ഇതിനാവശ്യമായ എനർജി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു റിന്യൂവബിൾ എനർജി സോഴ്സുകൾ ഉപയോഗിക്കാം. The key to green ammonia is that the entire process, including the energy for the Haber process, is sourced from 100% renewable and carbon-free option. ഇതിൽ നമ്മൾ പുറത്തു പോയില്ല. കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ റിന്യൂവബിൾ എനർജിയിൽ നിന്ന് യൂസ് ചെയ്താൽ മതി എന്നാണ്. ഇനി ഗ്രീൻ അമോണിയയുടെ യൂസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പ്, അതുപോലെ ചെറിയ ചെറിയ ലോക്കോമോട്ടീവ്സ് തുടങ്ങിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഡീസലിനെയും അല്ലെങ്കിൽ മറൈൻ ഫ്യൂൽസിനെയും പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ NH3 യൂസ് ചെയ്യും. അതായത് നമുക്ക് ഹൈഡ്രജൻ ഇതിനകത്ത് നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്യൂവലാണ്. നമ്മൾ സാധാരണ ലോക്കൽ ചെറിയ ചെറിയ വണ്ടികളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഷിപ്പ് പോലെയുള്ള അല്ലെങ്കിൽ ലോക്കോമോട്ടീവ്സ്, ട്രെയിനിലൊക്കെ മാത്രമാണ് നമുക്ക് അമോണിയ ഒരു ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ ആവശ്യമായിട്ട് ഫ്യൂവൽ സോഴ്സ് ആയിട്ട് അമോണിയ വേണമെങ്കിൽ ഫ്യൂവൽ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ കോൾ ഉപയോഗിച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് അമോണിയ യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു താപവൈദ്യുത നിലയമാണ് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ. അതാണ് ഏറ്റവും കൂടുതൽ എമിഷൻസുകൾ കൊണ്ടുവരുന്നതും കൽക്കരി കൂടുതലും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് കൽക്കരി ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അമോണിയ യൂസ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉള്ളത്. ബാക്കിയൊക്കെ തെർമൽ പവർ സ്റ്റേഷൻ ആണ് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് പ്രൊഡക്ഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അമോണിയ. അമോണിയ ഇല്ലാതെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസ് കൊണ്ടുവരാൻ ആവശ്യമുള്ള ഫെർട്ടിലൈസേഴ്സ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അമോണിയ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അതുപോലെ തന്നെ അമോണിയ യൂസ് ചെയ്യുന്ന മറ്റൊരു ഏരിയാസ് ആണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. വാട്ടർ പ്യൂരിഫിക്കേഷന് നമ്മൾ അമോണിയ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിനും വാട്ടർ പ്യൂരിഫിക്കേഷനും നമുക്ക് അമോണിയ യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് അമോണിയ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഉപകാരങ്ങൾ എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ഫൈനൽ ആർട്ടിക്കിൾ, ബ്രീച്ചിങ് ദ 1.5 ഡിഗ്രി സെൽഷ്യസ് വാർമിംഗ് ത്രഷോൾഡ്. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. നമുക്കറിയാം ഏകദേശം നമ്മൾ ചൂട് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രത്തോളമാണ് ചൂട് കൂടുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. കറന്റ് ക്ലൈമറ്റ് സിറ്റുവേഷൻസ് എന്താണ്? ഇപ്പൊ 2024 മെയ് എന്ന് പറഞ്ഞിട്ടുള്ളത് വേൾഡിൽ തന്നെ ഏറ്റവും വാമസ്റ്റ് ആയിട്ടുള്ള മന്ത് ആയിട്ടാണ് മെയ്നെ കണക്കാക്കിയിട്ടുള്ളത്. നമ്മൾ മെയ് ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇത് ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ ലാസ്റ്റ് മധ്യേശം 1.5 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലായിരുന്നു. ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഗ്ലോബൽ ടെമ്പറേച്ചർ നോർമൽ ലെവൽ 20 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഈ ഒരു വർഷം മാത്രം ഇത് 21.5 ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ ഉള്ളത്. ഇതാണ് പത്രത്തോളം ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1850 1900 കാലഘട്ടത്തിൽ പ്രീ ഇൻഡസ്ട്രിയൽ കാലഘട്ടമാണ്. ഇൻഡസ്ട്രിയൽ കാലഘട്ടം വന്ന സമയത്താണ് കൂടുതൽ എമിഷൻസുകൾ, കാർബൺസുകൾ പുറത്തേക്ക് വരികയും അങ്ങനെ നമ്മുടെ
ഈ ക്ലൈമറ്റ് ചേഞ്ചുകൾ, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പ്രീ ഇൻഡസ്ട്രിയൽ റെഫറൻസ് പീരീഡ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ എത്രത്തോളം ചൂട് കൂടുന്നു എന്ന് മനസ്സിലാക്കുന്നത്. പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡ് എടുക്കുന്നതിന്റെ കാരണം എന്താണ്? എമിഷൻസുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ 2023, ജൂൺ 2023 മുതൽ മെയ് 2024 വരെ ഉള്ള കണക്കുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എടുത്തിരിക്കുന്ന പീരീഡിൽ ഏകദേശം നമ്മൾ ടെമ്പറേച്ചർ 1.6 ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ടുണ്ട് മറ്റുള്ളത്. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള പ്രഡിക്ഷൻ എന്നിട്ടുള്ളത് ഏകദേശം 80% 2024 മുതൽ 28 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം വീണ്ടും ഈ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ടെമ്പറേച്ചർ നമ്മുടെ വേൾഡ് ഓവർ ഉണ്ടാവാൻ 80% ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാർബൺ എമിഷൻ എന്ന് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ ഒക്കെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന ആർട്ടിക്കിൾസ് ഈ ഒരു പൊല്യൂഷൻസ് മാക്സിമം കുറപ്പാന്നുള്ളത്. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ പ്രൊഡിക്ഷൻ എന്താണ്? 1.5 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടും. അപ്പൊ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കാറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഇത് 2 ഡിഗ്രി സെൽഷ്യസ് എത്തുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഇവിടെ ഉണ്ടായിരിക്കും. കാരണം അത്രത്തോളം അധികം സീ ലെവൽ ഇൻക്രീസ് ചെയ്യും. കാരണം ഐസ് മെൽറ്റ് ആവും. ഐസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ സീ ലെവല് റൈസ് ചെയ്യും. സീ ലെവൽ റൈസ് ആയി കഴിഞ്ഞാൽ കേരളം വരെ ചിലപ്പോൾ മുങ്ങിപ്പോയിന്ന് വരാം. ഓക്കെ, സോ അബൌട്ട് 1.5 ഡിഗ്രി സെൽഷ്യസ് ത്രഷോൾഡ് എന്താണെന്ന് നോക്കാം. ഇൻ പാരീസ് അഗ്രിമെന്റ് 2015 പാരീസ് അഗ്രിമെന്റിൽ 195 കൺട്രീസുകൾ സൈൻ ചെയ്തൊരു കാര്യമായിരുന്നു നമ്മൾ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് നമ്മുടെ ടെമ്പറേച്ചർ കുറക്കുക എന്നുള്ളത്. അതായത് 15 പാരീസ് അഗ്രിമെന്റ് സൈൻ ചെയ്തൊരു കാര്യമാണ്. അതിന്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ടെമ്പറേച്ചർ ടു വെൽ ബിലോ 2 ഡിഗ്രി സെൽഷ്യസ് എബോവ് പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ. അതായത് നമ്മൾ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ളതിനേക്കാളും 1850 1900 കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ടെമ്പറേച്ചറിനെക്കാട്ടും ആവറേജ് ടെമ്പറേച്ചർ കേട്ടോ പറയുന്നത്, അതിനേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞിരിക്കണം. അതായത് നമ്മൾ അംബീഷ്യസ് ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ ക്യാപ്പ് ചെയ്യണം. പക്ഷെ 2 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഒരു കാരണവശാലും പോകാൻ പാടില്ല. 1.5 ഡിഗ്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലൈമറ്റ് സയന്റിസ്റ്റ് ജനറലി യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡ് ആണ്. ദാറ്റ് മീൻസ് ബേസ് ലൈൻ ആയിട്ട്. ബേസ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ റിപ്പോർട്ടുകളിൽ ഇൻഡിസസുകളൊക്കെ പറയുന്നത്. അപ്പൊ ബേസ് ലൈൻ ആയിട്ട് അവർ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലാണ് അവർ എടുത്തിട്ടുള്ളത് ഈ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം റീച്ചിങ് ദിസ് ത്രഷോൾഡ് കുഡ് ലീഡ് ടു ഹൈ റിസ്ക് ഫോർ സം റീജിയൻസ് ആൻഡ് വൾണറബിൾ എക്കോസിസ്റ്റം ഓവർ എക്സ്റ്റൻഡ് പീരീഡ്. പ്രത്യേകിച്ച് നമ്മൾ എക്സ്റ്റൻഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഒരു ത്രഷോൾഡ് റീച്ച് ആയി കഴിഞ്ഞാൽ അത്രയും ഇഷ്യൂസുകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. The 1.5 degree Celsius limit is set to avoid the disastrous and irreversible impact of climate change. അപ്പൊ ഈ 1.5 ഡിഗ്രി സെൽഷ്യസുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്തിനാണ്? ഇറിവേഴ്സിബിൾ ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം 2 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പം അത്ര എത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ 1.5 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും നമ്മൾ ഈ ഒരു 2015 പാരീസ് അഗ്രിമെന്റിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ഈ 2015 പാരീസ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ നോക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു അഗ്രിമെന്റ് ഒക്കെ പഠിക്കുക? 2015 പാരീസ് അഗ്രിമെന്റ് എന്തായിരുന്നു അവരുടെ ആക്ഷൻസുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് പഠിച്ച് ഒരു നോട്ടാക്കി ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ടോപ്പിക്കുകൾ നമ്മൾ മനസ്സിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇതിന്റെ കോൺസിക്വൻസസ് ഫൈനലായിട്ട് നോക്കുകയാണ്. ഇതിന്റെ കോൺസിക്വൻസസ് എന്താണ്? 1.5 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ കോൺസിക്വൻസസ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഡസ് നോട്ട് ഇൻസ്റ്റന്റ്ലി ട്രിഗർ എ ക്ലൈമറ്റ് അപ്പോകാലിപ്സ്. ദാറ്റ് മീൻസ് പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ കൂടിയതിന്റെ പെട്ടെന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബട്ട് സിഗ്നിഫിക്കന്റ്ലി അതിന്റെ റിസ്ക് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള റിസ്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റുകൾ സീ ലെവൽ റൈസ്, ഇന്റൻസ് ആയിട്ടുള്ള ഫ്ലഡ്, ഡ്രോട്ട് കണ്ടീഷൻസ്, വൈൽഡ് ഫയർസ്, റീസൺ നമ്മൾ കണ്ട പോലെ തന്നെ ഹീറ്റ് വേവ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേൾഡ് ഓവർ വിറ്റ്നസ് ചെയ്യേണ്ടി വരും. ദ വേൾഡ് ഈസ് ഓൾറെഡി എക്സ്പീരിയൻസ് സിവിയർ ഹീറ്റ് വേവ്സ്, കോറൽ ബ്ലീച്ചിങ് and other climate related events exacerbated by rising temperatures. നോർത്ത് ആൻഡ് സെൻട്രൽ ഇന്ത്യ, എസ്പെഷ്യലി ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ആൻഡ് സെൻട്രൽ ഇന്ത്യയിൽ സിവിയർ ആയിട്ടുള്ള ഹീറ്റ് വേവ്സ്, നമ്മൾ തന്നെ ന്യൂസ് അനാലിസിൽ പലപ്പോഴും പറഞ്ഞ കാര്യമാണ് സിവിയർ ആയിട്ടുള്ള ഹീറ്റ് വേവ്സുകൾ. അനാലിസ് ഫോളോ ചെയ്ത ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് ഹീറ്റ് വേവ്സ് ഇന്ത്യ എടുത്തിരിക്കുന്ന ആക്ഷൻസുകൾ എന്തൊക്കെയാണെന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മൾ ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാനിലൊക്കെ 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഗ്ലോബൽ വാർമിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഹീറ്റ് വേവ്സുകളും അതുമായി ബന്ധപ്പെട്ട്. കാരണം ഗ്ലോബൽ ഹീറ്റ് വേവ്സ് എഫക്ട് തന്നെ നമ്മൾ പുതിയൊരു ഡിസാസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻ. പിന്നെ ഹൈ ഓഷ്യൻ ടെമ്പറേച്ചർ ട്രിഗേർഡ് ദ 4th ഗ്ലോബൽ മാസ് കോറൽ ബ്ലീച്ചിങ് ഇവന്റ് എഫക്ട് മറൈൻ ലൈഫ് ആൻഡ് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ഡിപ്പെൻഡ് ഓൺ ദ റീവ്സ്. ലക്ഷദ്വീപ് പോലുള്ള ഏരിയാസ് ഒക്കെ വെച്ചാൽ കോറൽ ബ്ലീച്ചിങ് കൂടുതൽ. കോറൽ ബ്ലീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
കോറൽസിൽ ഡെഡ് ആവുന്ന ഒരു കണ്ടീഷനാണ് കോറൽ ബ്ലീച്ചിങ് നിൽക്കുന്നത്. അപ്പൊ ലക്ഷദ്വീപ് പോലുള്ള പവിഴപ്പുറ്റുകൾ ഉണ്ടായിരിക്കുന്ന ഒരു ദ്വീപ സമൂഹം പോലും ഒരുപാട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കോറൽ ബ്ലീച്ചിങ് നടക്കും. കോറൽ ബ്ലീച്ചിങ് നടന്നു കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ മറൈൻ ലൈഫ്, അതായത് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ്, അതിനെ ഡിപ്പെൻഡ് ജീവിക്കുന്നവരൊക്കെ ജീവിതം നഷ്ടമാകുന്ന കണ്ടീഷൻസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഹൈ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മറൈൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ, അതുപോലെ തന്നെ ഇൻലാൻഡിൽ ഉണ്ടാകുന്ന ഇഷ്യൂസുകൾ, കാര്യങ്ങളൊക്കെ. 5 major climate tripping points are at risk of being crossed due to warming, leading to irreversible changes. അപ്പം ക്ലൈമറ്റ് ടിപ്പിംഗ് പോയിന്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടിക്കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ നടക്കും. മെജോറിറ്റി ഒന്നാമത്തെ 5 ടിപ്പിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് മെൽറ്റ് ആവുന്നത്. അതിങ്ങനെ ആരും വെർജിലിരിക്കുകയാണ്. അപ്പം ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അപ്പം ഐസ് മെൽറ്റ് ആയി തുടങ്ങും. ഐസ് മെൽറ്റ് ആയി എന്ത് സംഭവിക്കും? വെള്ളം കടലിലേക്ക് വരും, സീ ലെവൽ ഇൻക്രീസ് ചെയ്യും. അത്രത്തോളം സീ ലെവൽ ഇൻക്രീസ് ചെയ്യേണ്ട വെള്ളം വരെ അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും ഐസ് കട്ടകളായിട്ട് നിൽക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി അവിടെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഉരുകും, ഐസ് സീ ലെവൽ ഇൻക്രീസ് ചെയ്യും. നമ്മുടെ കേരളത്തിൽ ആദ്യം ആലപ്പുഴ പോകും, പിന്നീട് കേരളം പോകും, ഭാഗ്യമുണ്ട് ചിലപ്പോൾ ഇടുക്കി വരെയുള്ള ഏരിയാസ് വരെ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. വെറും ഒരു 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 1.5 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ഏകദേശം 10 മീറ്റർ നമ്മുടെ സീ ലെവൽ റൈസ് ചെയ്യുന്നതാണ്. 10 മീറ്റർ ഇൻക്രീസ് വെച്ചാൽ ആലോചിച്ച് നോക്കും, നമ്മൾ കടത്തിരത്ത് പോകുന്ന സമയത്ത് അവിടുത്തെ 10 മീറ്റർ ഹൈ ലെവലിൽ വരെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ എത്രത്തോളം ഏരിയാസ് കവർ ചെയ്യുന്നുള്ളൂ. 10 മീറ്റർ സുനാമി വന്നാൽ തന്നെ നമ്മളെല്ലാവരും മുങ്ങിപ്പോകുന്ന കണ്ടീഷനാണ് അല്ലെ. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇത് ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. ഫൈനൽ മെയിൻസ് ക്വസ്റ്റ്യൻ ടൈമാണ്. Examine the investigation flows highlighted in the Bareilly case involving a fabricated rape accusation. The second question, examine the involvement of Indian seafarers in the Dali accident and the actions taken by both the Indian and the US government in response to the government. സോ ഈ രണ്ട് ക്വസ്റ്റ്യനും വ്യക്തമായിട്ട് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ PDF ആക്കി ഈ നമ്പറിലേക്ക് അയച്ചുതരാണെന്ന് തീരുമാനിക്കുന്നതായിരിക്കും. അപ്പം ഡെയിലി ബേസിസിൽ നിങ്ങൾ ആൻസർ എഴുതുന്ന മെത്തേഡ് ഫോളോ ചെയ്ത് ശ്രമിക്കുക. ദാറ്റ് മീൻസ് ഈ ക്വസ്റ്റിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്നല്ല, നിങ്ങൾക്ക് എന്താണോ നമ്മുടെ ന്യൂസ് ആൻസർ മനസ്സിലാവുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും കൂടുതൽ കണ്ടന്റുകളോ, കാരണം നിങ്ങളെ മെത്തേഡ്സുകളും അതുപോലെ ഈ ഒരു ഏരിയാസും ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആ ന്യൂസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായ രീതിയിൽ മാത്രം വെച്ചിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കുക. എനിവേ, താങ്ക് യു. ഇവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിലവിലുണ്ടോ?